കാർഷിക മേഖലയെ പിന്നോട്ടിടിച്ച് ഒച്ചുശല്യം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും വിലയിടിവിൽ നിന്നും മെച്ചപ്പെട്ടു വരുന്ന ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് മുട്ടയിട്ട് പെരുകുന്ന ഒച്ച് സൃഷ്ടിക്കുന്നത്. ഇതോടെ കർഷകരും നട്ടം തിരിയുകയാണ്. അടുത്ത നാളുകളിലായി നിരവധിയായ പ്രതിസന്ധികളാണ് ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കുമേൽ ഉണ്ടായിരിക്കുന്നത്. കൊടിയ വേനലും ശക്തമായ മഴയും വിവിധ വിളകളെ ആകെ നശിപ്പിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ വിലയിടിവും വിളകൾക്കുണ്ടാകുന്ന രോഗബാധകളും കർഷകരെ കടക്കണിയിലുമാക്കി. ഇപ്പോൾ കർഷകർക്ക് ഇരട്ടി പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് കൃഷിയിടങ്ങളിൽ ഒച്ചുശല്യം വർദ്ധിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ നാശം സംഭവിച്ച കൃഷിയിടങ്ങളെ ഏറെ പ്രയത്നത്തിലൂടെ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കർഷകർ. വിളകളിൽ ന്യായമായ വിലയും കമ്പോളത്തിൽ നിലവിൽ ലഭിക്കുന്നു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇരുട്ടടി എന്നോണം കൃഷിയിടങ്ങളിൽ ഒച്ചുകൾ പെരുകുന്നത്. പച്ചക്കറി മുതൽ ഏലമടക്കമുള്ള കൃഷികളിൽ ഒച്ചു പാടെ നാശം വിതയ്ക്കുന്നു. കാഞ്ചിയാർ അടക്കമുള്ള കാർഷിക മേഖലയിൽ വലിയ തോതിലാണ് ഒച്ചുകൾ പെരുകുന്നത്. കുറച്ചെണ്ണം ചത്താൽ പോലും ഇതിന്റെ ചപ്പുകളുടെ ഇടയിലും വലിയ പാത്രം കമത്തി വെച്ചാലും അതിന്റെ അടിയിലെല്ലാം കയറിയിരിക്കുന്നത്. നമുക്ക് അറപ്പാകും പാത്രങ്ങൾ പോലും എടുക്കാനുണ്ട്. അതുപോലെ ഒച്ചുശല്യമാണ്. ഇതെന്തെങ്കിലും ശാശ്വതമായ പരിഹാരം എന്തെങ്കിലും കണ്ടുപിടിക്കണം. കൃഷിഭവനിൽ നിന്നോ എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. ഏലം പച്ചക്കറി ശരിക്കും പച്ചക്കറിയുടെ പൂക്കളെല്ലാം തിന്നുകൊണ്ട് ക്യാബേജ് ഒട്ടും പറ്റില്ല. ക്യാബേജ് കണ്ടുപോയാൽ ക്യാബേജിന്റെ ഇല വെച്ച് പെല്ലറ്റ് വെക്കുകയാണെങ്കിൽ എവിടെ ഉള്ളതാണ് അത് മുഴുവൻ വരും. ക്യാബേജിന്റെ അകത്തെ പുറന്തോല് പൊളിച്ച് കളഞ്ഞു വെച്ചാൽ അകത്തെ എടുത്ത് കണ്ടിച്ച് വെക്കണം. വെച്ചാൽ പ്രദേശത്തുള്ള ഒച്ച് മുഴുവൻ വരും. അത് കാരണം ക്യാബേജ് തൈയൊന്നും നമുക്ക് നടത്തില്ല. പച്ചമുളകിന്റെ തൈ നട്ട് കഴിയുമ്പോഴത്തേ അതിന്റെ തണ്ട് മുഴുവൻ തിന്നേച്ച് പോവുക. വേരിനല്ല, തണ്ടും പോവുകയാണ്. ഇലയും പൂവും തണ്ടും. അടുക്കളത്തോട്ടം അടക്കമുള്ള പച്ചക്കറി കൃഷിയിടങ്ങളിൽ വ്യാപകനാശമാണ് ഒച്ചുകൾ വരുത്തിയിട്ടുള്ളത്. പച്ചക്കറി ചെടികളുടെ ഇലകളും തണ്ടും ഇവ പൂർണ്ണമായി ഭക്ഷിക്കുന്നു. കൂടാതെ വേരുകളിലും നാശമുണ്ടാക്കും. ഇതോടെ പച്ചക്കറി കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള പച്ചക്കറി കർഷകർ. ഏലം അടക്കമുള്ളവയുടെ ചരങ്ങളിലാണ് ഒച്ചുകൾ നാശം വിതയ്ക്കുന്നത്. ചരങ്ങളിലെ പൂവും ചെറുകായ്കളും പാടെ നശിപ്പിക്കുന്നു. കുരുമുളക്, മറ്റു ഫലവൃക്ഷം എന്നിവയുടെ തളിരിലകളാണ് ഇവ ഭക്ഷിക്കുന്നത്. കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളിലും ഒച്ചിന്റെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. കാട്ടുപന്നി, കുരങ്ങ് അടക്കമുള്ള വന്യജീവികൾ ഉണ്ടാക്കുന്ന കൃഷിനാശത്തിനൊപ്പം തന്നെയാണ് ഒച്ചുകളും വില്ലനാകുന്നത്. മുമ്പ് ആഫ്രിക്കൻ ഒച്ചുകൾ കൃഷിയിടങ്ങളിൽ വലിയ നാശമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഏതാനും മേഖലയിൽ മാത്രമായിരുന്നു അവയുടെ ശല്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സാധാരണമായി ഈർപ്പമുള്ള ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒച്ചുകളാണ് മുട്ടയിട്ട് പെരുകി ഹൈറേഞ്ചിലാകെ വ്യാപിക്കുന്നത്. ഏതാനും നാളുകളായി ജില്ലയിൽ ഒച്ചുശല്യം വർദ്ധിച്ചു വരികയാണ്. ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്നു. മെറ്റാൽഡെഹൈഡ്, സ്ലഗ് പെല്ലറ്റ്സ് എന്ന കീടവസ്തു ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ ഇവയെ തുരത്താമെന്നും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.